പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മാധ്യമങ്ങൾ പലരും ഇതിനെ ഒരു വില്ലനായിട്ട് അവതരിപ്പിച്ചത് വളരെ മോശമായി പോയി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കിഫ്ബിക്ക് അതിൻ്റെതായ റോളുണ്ട്, നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കിഫ്ബിയുടെ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ ലയബിലിറ്റീസ് തന്നെയാണ്. കിഫ്ബി എന്ന് പറയുന്നത് വളരെ നോവൽ ആയിട്ടുള്ള ഒരു ഐഡിയ. എന്നെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ. കിഫ്ബി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓഫ് മാർക്കറ്റ് ബോറോയിങ് ആണ്. കേരളത്തിൻ്റെ കടമടപ്പ് പരിധി മറികടക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. എന്നിട്ടും സോവറിൻ ആയിട്ടുള്ള ഗ്യാരണ്ടി സ്റ്റേറ്റിൻ്റെ തന്നെ അല്ലേ എന്നൊക്കെയുള്ള സത്യം തന്നെയാണ്, ഞാൻ അതിനെ ഡിനൈ ചെയ്യുന്നില്ല. ബട്ട് എന്താണ് കിഫ്ബി? കിഫ്ബി എന്ന് പറയുന്നത്, ഞാൻ അതാ പറഞ്ഞത്, ഈ കിഫ്ബി എന്ന് പറയുന്ന കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടുത്തെ രണ്ട് മെയിൻ പൊളിറ്റിക്കൽ പാർട്ടീസും കൈകോർത്ത് ഇത് കൊണ്ടുവന്നത് സോഷ്യൽ ഇക്വിറ്റിയുടെ ഫസ്റ്റ് എക്സാമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിൻ്റെ കൂടെ ജനങ്ങളുടെ സ്വഭാവം കൂടെ മാറ്റിയെടുക്കുക എന്നുള്ള പറഞ്ഞ ആദ്യത്തെ പോയിന്റിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകുന്നു എന്നുള്ള. അത് കിഫ്ബി വാസ് എ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് എ മേജർ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഇത് സ്റ്റേറ്റിൻ്റെ ബഡ്ജറ്റിൽ തന്നെ കിടക്കുന്ന കാശാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഡിവൈഡ് ചെയ്ത് പോകും. ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ പ്രൊഡക്റ്റീവ് അസറ്റ് മാത്രമല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ അനാവശ്യമായിട്ടുള്ള വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചറിലേക്കും ഈ പൈസ പോകും. അതിന് പകരം നമ്മൾ ഈ പറയുന്ന പോലെ രണ്ട് ലെവലിൽ നിന്നാണല്ലോ കളക്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് പെട്രോൾ അല്ലെ ഡീസൽ വെഹിക്കിൾ ടാക്സിൽ നിന്നും നമ്മൾ കിട്ടുന്ന 50% കൂടെയാണ് ഇതിന് വരവായിട്ട് വയ്ക്കുന്നത്. ഈ വരവായിട്ട് വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റിയിലേക്ക് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി ഈ ഓഫ് ബഡ്ജറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് ഒരു വശം. വേറൊരു വശം എന്ന് പറയുന്നത്, നമ്മളിത് കേരളത്തിൻ്റെ ഓൺ ബഡ്ജറ്റിലും ഫിനാൻസിലുമാണ് വരുന്നതെങ്കിൽ ഈ പൈസയിൽ വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ ഒരുപാട് വരും എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നല്ല രീതിയിലുള്ള റെഡ് ടേപ്പിസം അതിനകത്ത് വരും എന്നുള്ളത്. അതായത് പിന്നെ പാലിക്കേണ്ട ഒരുപാട് ഗവൺമെൻറ് പ്രൊസീജിയറുണ്ട്. നമുക്കറിയാലോ, ഒരു ടെൻഡർ ഇനത്തിൽ ഒരു റോഡ് പ്രോജക്റ്റ് അവാർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്നും നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന, ഒരു പക്ഷേ ഇന്ത്യയിലും അങ്ങനെ തന്നെ ആയിരിക്കും, അതായത് നമ്മളൊരു ട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വർക്ക് ഫ്ലോ ആണ്. അതായത് ഒരു പേപ്പർ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ടേബിളിൽ നിന്ന് അവിടെ പോകുന്നു, അദ്ദേഹം കൊറിയിട്ട് തിരിച്ചയക്കുന്നു. അതായത് നമ്മളൊരു കൺസെപ്റ്റ് 1000 കോടിക്ക് ഒരു പ്രോജക്റ്റ് നമ്മൾ കൺസെപ്ച്വലൈസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 6 കൊല്ലം കഴിഞ്ഞും അപ്പോഴത്തേക്കും പ്രോജക്റ്റ് ഷൂട്ടപ്പ് ചെയ്തതായിട്ട് നമുക്കറിയാം. കേരളത്തിലെ തന്നെ അങ്ങനത്തെ ഏറ്റവും വലിയ പ്രോജക്റ്റ്, അത് എന്താ പറയുക, ഇനഫിഷ്യൻസി കാരണവും ദീർഘവീക്ഷണവും ഇല്ലാത്തതും കാരണം നമുക്കറിയാലോ, കേരളത്തിലെ 2 ബൈപ്പാസുകൾ, കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകൾ 50 കൊല്ലമായിട്ട് മുടങ്ങിക്കിടന്ന ഒരു സിസ്റ്റമായിരുന്നു ഉണ്ട്. ഞാനതിൽ സർക്കാരുകളെയോ പൊളിറ്റിക്കൽ പാർട്ടിയെ കുറ്റം പറയുന്നില്ല. ബട്ട് അവിടുന്ന് ഒരു മൈൻഡ് സെറ്റ് രീതിയിൽ നിന്ന് ചേഞ്ച് എന്നുള്ള രീതിയിലും അത് റെഡ് ടേപ്പിസം മാറ്റാനും ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിള് അതിന് ഒരുപാട് എംപവർമെന്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.